ചേട്ടനോ? The vampire he made. Give her 3 stars.
What do you know about Suki Stackhouse? Nothing. Stop. I'll tell you. Hadley! Don't. The Queen's confided in you? Some, but also, so he's my cousin. Tell me. Hadley! Tell me. ഇവിടെ കുഴപ്പമില്ല. അവളെ ഇങ്ങോട്ട് വിളിക്കണ്ട, അവളെ ഇങ്ങോട്ട് വിളിക്കണ്ട. നമ്മൾ അഭിനയിച്ചിട്ട് ഇന്ത്യ ഈ ഒരു കേസിൽ ഇടപെട്ടിരിക്കുന്ന ഒരു വലിയ ഇന്റർനാഷണൽ ചീറ്റിൻ്റെ ഒരു ഇന്റർനാഷണൽ സ്മഗ്ലറിൻ്റെ ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനെ സംബന്ധിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇവൻ്റെ പ്രധാനപ്പെട്ട ജോലി ഇന്നസെൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികളെ കറക്കിയടിച്ച് വലയിൽപ്പെടുത്തുക, അതിനുശേഷം ഇവരുടെ സാമ്പത്തിക കാര്യങ്ങൾ കണ്ടുപിടിക്കുക. കള്ളനെ പോലെയാണ് ഇവൻ്റെ എല്ലാ പരിപാടിയും. ഒരു കള്ളനെ പോലെയുള്ള ഇവൻ്റെ എല്ലാ അടവും കണ്ടുപിടിച്ചതിന് ശേഷം സാമ്പത്തികം മനസ്സിലാക്കി ഈ പെണ്ണിനെയും പെണ്ണിൻ്റെ ആളുകളെ ഉപദ്രവിക്കുക. മാക്സിമം പൈസ കിട്ടുന്നില്ലെങ്കിൽ ഇവന് ഈ പെണ്ണിനെ വിവാഹം കത്തോതിൽ ഈ മത നിയമപ്രകാരം കെട്ടുക. ഇതിൻ്റെ എല്ലാം പൈസ പെണ്ണിൻ്റെ ആളുകൾ ചിലവാക്കണം. പെണ്ണിൻ്റെ ആളുകൾ ചിലവാക്കി കഴിഞ്ഞതിന് ശേഷം ഈ വിവാഹബന്ധം എല്ലാവരെയും വിശ്വസിപ്പിക്കുക ഇവൻ്റെ ഒരു തൊഴിലാണ്. വിശ്വസിപ്പിക്കാൻ മിടുക്കനാണ്. പറഞ്ഞ് ഇവരങ്ങ് വിശ്വസിപ്പിക്കുകയാണ് ഇവൻ്റെ ജോലി. ആരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റും, കാലം വരെ പിടിക്കും, കരയുകയും ചെയ്യും. അതിനുശേഷം മാക്സിമം ചൂഷണം ചെയ്തതിന് ശേഷം ഒരു പെണ്ണിൻ്റെ ജീവിതം കംപ്ലീറ്റ് നശിപ്പിച്ചതിന് ശേഷം അവൻ അടുത്തടുത്തോട്ട് കടക്കുകയാണ്. അത് അവിടെ നിർത്തും. പിന്നെ അവൻ അടുത്ത പെണ്ണിനെ അവൻ അന്വേഷിക്കുക. ഇപ്പം ഇൻ്റർനാഷണൽ ഡ്രൈവറാണ്, ലൈസൻസ് ഉണ്ട്. ഇൻ്റർനാഷണൽ ചീറ്ററുമാണ്, ഇൻ്റർനാഷണൽ ചീറ്റാണ്. ഇവൻ്റെ മെയിൻ ബിസിനസ് വിവാഹ കച്ചവടമാണ്. വിവാഹ കച്ചവടത്തിൽ നിന്നും മാക്സിമം ലാഭം ഉണ്ടാക്കുക ഇവൻ്റെ പരിപാടി. ആ ഒരു കേസിലെ പ്രധാനപ്പെട്ട ഒരു വിക്റ്റിമാണ് നമ്മുടെ ഈ അടുത്തിരിക്കുന്ന ഈ ജിനീസ് പി മാത്യു. ജിനീസ് പി മാത്യു ഇസ്രായേലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവൻ പലതരത്തിൽ വർത്തമാനം പറഞ്ഞ് വിവാഹത്തിനുള്ള അവസരവും സ്നേഹബന്ധങ്ങളും അല്ലാത്ത മധുരമായ വാക്കുകളൊക്കെ കൊടുത്ത് പ്രലോഭിപ്പിച്ചും പ്രകോപിപ്പിച്ചും ഒക്കെ ഇന്നസെൻ്റായ ഒരു പെണ്ണിനെ ഇവൻ
അവൻ്റെ കൈക്കലാക്കി കല്യാണവും കഴിച്ചു. നാട്ടിൽ വന്ന് വിവാഹ നിയമപ്രകാരം റോമൻ കാത്തലിക്സിൻ്റെ നിയമം അനുസരിച്ച് കല്യാണവും കഴിച്ചു. കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഈ പെണ്ണിൻ്റെ അപ്പലിൽ നിന്ന് എന്തുമാത്രം പൈസ മേടിക്കും അത്രയും പൈസയും എടുത്തതിന് ശേഷം ഈ പെണ്ണിനോട് പറഞ്ഞു, ഈ പെണ്ണ് ഇസ്രായേലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പെണ്ണിനോട് പറഞ്ഞു, നീ ജോലിക്ക് പോകണ്ട, ഞാൻ ജോലി ചെയ്ത് നിനക്ക് ചെലവിന് തരാം, നീ എങ്ങും പോകണ്ട. ഈ പെണ്ണിനെ പറഞ്ഞു വിശ്വസിച്ചു. ഈ പെണ്ണ് ജോലിക്ക് പോകേണ്ട പെണ്ണാണ്. ഈ പെണ്ണിനെ ഇവൻ ജോലിക്ക് വിട്ടിട്ടില്ല. ഈ പെണ്ണ് ഓർത്ത് ഭർത്താവല്ലേ വിവാഹം ചെയ്തതാണ്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിവാഹം ചെയ്തതാണ്, നാട്ടുകാരറിഞ്ഞ് വിവാഹം ചെയ്തതാണ്, പള്ളി അറിഞ്ഞ് വിവാഹം ചെയ്തതാണ്, സർവ്വ സൊസൈറ്റി അറിഞ്ഞ് ചെയ്തതാണ്. ഇതിന് ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവും വന്നു ഈ പെണ്ണിൻ്റെ അച്ഛന്. അതിനുശേഷം ഇവൻ കരുതി കൂട്ടി ഈ പെണ്ണിനോട് പറഞ്ഞു, നീ ജോലിക്ക് പോകണ്ട, ഞാൻ പൈസ തയ്ച്ചോളാന്ന് പറഞ്ഞ് ഇവൻ പോയി. അതിന് ഇവന് വെളിയിൽ പോകാനായിട്ട് 1.5 ലക്ഷം രൂപ ഈ പെണ്ണിൻ്റെ അപ്പനോട് ഇവൻ മേടിച്ചു. ആ പൈസ മേടിച്ച് ഇവൻ ദുബായിൽ പോയി അവിടെ എയർപോർട്ടിൽ ഇവൻ ഡ്രൈവറായിരുന്നു എന്ന് അറിയുന്നു. ഇവൻ്റെ ബാക്കി കാര്യങ്ങൾ അംനസ്റ്റി ഇന്ത്യ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ രഹസ്യം എന്നാന്നുള്ളത്. ഇൻ്റർനാഷണൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇവൻ്റെ രഹസ്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇവന് എവിടെ പെണ്ണുങ്ങളെ കിട്ടിയാലും ആ പെൺപിള്ളേരെ വലക്കിലാക്കുക എന്നുള്ളതാണ് ഇവൻ്റെ ബിസിനസ് തന്ത്രം. ഇതൊരു ബിസിനസ്സാണ്, ഈ പെൺകുട്ടികളെ വലക്കിലാക്കുക. ആ തരത്തിലാണ് ഈ ഇരിക്കുന്ന ജിനീസ് പി മാത്യു ഈ തരത്തിൽ ഇവൻ കൊണ്ട് ഈ തരത്തിൽ ചതിച്ച 3 കൊല്ലം 5 കൊല്ലം കൊണ്ട് 2 കുട്ടികളുണ്ടായി. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ അവളുടെ തന്നെ സ്റ്റാഫ് നേഴ്സാണ്, ബൈ പ്രൊഫഷൻ സ്റ്റാഫ് നേഴ്സാണ്. അവിടെ ജോലി പോയി, അവിടെ എക്സ്പീരിയൻസ് പോയി, ലൈഫ് പോയി. ഇപ്പോൾ 5 പൈസ പോലും അവൻ കൊടുക്കില്ല. അവൻ 1.5 ലക്ഷം രൂപ ശമ്പളത്തിൽ ഇപ്പോൾ വിദേശത്ത് ഒളിച്ച് കഴിയുക. അവൻ ഡ്രൈവറാണ്. അവന് വേണ്ടത് പെണ്ണുങ്ങളെയാണ് വേണ്ടത്. പെൺകുട്ടികളെ വലയിലാക്കുക, അവരെ ഉപദ്രവിക്കുക, അവസാനം അവരെ വഴിയിലെറിയുക. ഇത് ഇവൻ്റെ കച്ചവടമാണ്. ഇവർ കുടുംബത്തോടെ ഏതാണ്ട് ഒരുമാതിരി നമ്മൾ പറയുകയാണെങ്കിൽ ഒരുമാതിരി ഡ്രാക്കുളകളാണ് ഇവർ. ഇവർക്ക് ചൊകര വേണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി പെണ്ണുങ്ങളുടെ ലൈഫ് മതി, ചൊകര വേണ്ട. ഇവർ ഡ്രാക്കുളകളാണെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. അതായത് പെണ്ണുങ്ങളുടെ ജീവിതം തറക്കുന്ന ഡ്രാക്കുളകളാണ് ഇവർ. മോഡേണേറിയ ഡ്രാക്കുളകളാണ് ഇവർ. ഇവനെക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഇവനെ ജീവനോട് കൂടി തന്നെ കത്തിച്ച് കളയേണ്ട അത്രയും ക്രൂരമായിട്ടുള്ള വൃത്തികേട്. ഈ പിന്നെ 2 കുട്ടികളുണ്ടായി. 2 കുട്ടികളുണ്ടായതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെ പോലും അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് അവനോട് കുട്ടികളെ തിരിഞ്ഞു നോക്കുന്നതിൽ മൃഗം പോലും ചെയ്യല്ലാത്ത മൃഗത്തെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ ഭാവനയ്ക്ക് അപ്പുറം. സ്വന്തം കുട്ടികളെ തിരിഞ്ഞു നോക്കാത്ത ഒരു പിതാവിനെ കുറിച്ച് എന്താ പറയുക? അവൻ്റെ ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഭാര്യയെക്കുറിച്ച് പറഞ്ഞോട്ടെ. കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും പറയണ്ട, കുട്ടികളോട് പറഞ്ഞിട്ട്. പക്ഷേ കുട്ടികൾ അവൻ്റെ ആണല്ലോ. 5 പൈസ കൊടുക്കുക. കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് ഈ പെൺകുട്ടി നരയാതെ ഇനി വേറെ യാതൊന്നുമില്ല. കുട്ടികളെ പഠിപ്പിക്കണം, കുട്ടികളെ നോക്കണം, അവിടെ ചിലവ് നടക്കണം. അവൾ ജോലിക്ക് പോകുന്നില്ല. ഇസ്രായേലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവളാണ്. അവിടുത്തെ ജോലി ബ്രേക്ക് ചെയ്ത് ചൊല്ലോട് പോകുന്നവിടെ ലൈഫ് നശിച്ചു. ഇന്ന് അവിടെ ആത്മവിശ്വാസം തന്നെ കേട്ടിരിക്കണം. ഈ ആളിനെ കുറിച്ചുള്ള ഇൻ്റർവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇവൻ ഈ തോമസൻ എന്ന് പറയുന്ന ഇമ്മാനുവൽ എന്ന് പറയുന്ന തോമസനും ജിനീസുമായിട്ടുള്ള കല്യാണത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഇടപെട്ടു. മാതാപിതാക്കൾ ഇടപെട്ടു. കല്യാണം മനോഹരമായിട്ടും ഭംഗിയായിട്ടും നടത്തി. കുറഞ്ഞൊരു 10-25 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടോ? ഉണ്ട്. വളരെ മനോഹരമായിട്ട് കല്യാണം നടത്തി. കല്യാണം നടത്തിയതിന് ശേഷം ഇവൻ അങ്ങോട്ട് വീട്ടിലോട്ട് കൊണ്ടുപോയോ? ഇവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയോ? ഇല്ല. അവൻ എന്നാ പറഞ്ഞാൽ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. ഏറ്റുമാനായിട്ട് വിട്ട് ചിറ്റപ്പൻ്റെ വീട്ടിൽ, നിന്നെ അറിയുന്നേ. അതിന് ശേഷം ചിറ്റപ്പൻ്റെ വീട്ടിൽ 2 കൊല്ലത്തോളം നിന്നതിന് ശേഷം വയനാട്ടിന് പോയി. വയനാട്ടിൽ നിന്ന് കൊണ്ട് വീണ്ടും തിരിച്ചു കൊണ്ട് ഇവിടെ ആക്കിയേച്ച് അവൻ പോയി. പോയതിന് ശേഷം ഈ കുഞ്ഞുങ്ങൾക്കോ 2 കുട്ടികളുണ്ടായി, പിള്ളേർക്കോ നിനക്കോ 5 പൈസ ചിലവിന് തരുമോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ പൈസയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവനെന്താ പറഞ്ഞത്? വീട്ടിൽ ചിലവിനുള്ള പൈസ ചോദിച്ചു, പൈസ തരുന്നില്ല. പൈസയെക്കുറിച്ച് ചോദിച്ചപ്പം ഈ പുള്ളി പറയുന്നത് എന്താ? പിന്നെ ശമ്പളം കിട്ടുന്നുണ്ട് 1.5 ലക്ഷം രൂപയോളം. 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. 1.5 ലക്ഷം രൂപ ശമ്പളയിൽ നിങ്ങൾക്ക് കുട്ടികൾക്കുള്ള ചിലവിനുള്ളത് തന്നിട്ടുണ്ടോ? ഇല്ല. കുട്ടികളുടെ ചിലവ് നടക്കണ്ടേ? 1 കോടിക്ക് എത്ര വയസ്സുണ്ട് പ്രായം? മറ്റേ ആൺകുട്ടിക്കോ? 1.25 വയസ്സുണ്ട് ഇളയ കുട്ടിക്ക്, മറ്റേതിന് 5.5 വയസ്സ്. ഈ കുട്ടികൾക്ക് പോലും ഉള്ള ചിലവിനായിരിക്കില്ല. ഇപ്പം ചിലവിന് ഏറെക്കുറെ അന്വേഷിക്കുന്നത് അമ്മയല്ലേ? ഈ പെൺകുട്ടിയുടെ അമ്മയാണ്, പ്രായമായ അമ്മയാണ് ഈ കാര്യങ്ങൾ മൊത്തം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രയും നീർഷ്ടമായ, അത്രയും ദയനീയമായ
ഒരവസ്ഥയിലാണ് ഈ പെൺകുട്ടിയുടെ ലൈഫ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതേ സമയത്ത് തന്നെ ഈ ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ ഇവന് 2 സഹോദരിമാരുണ്ടാകും. 2 സഹോദരിമാരും ലക്ഷപ്രഭുക്കളാണ്, സുഖമായിട്ട് ജീവിക്കാൻ അവർ വിവാഹം ചെയ്തു വിട്ടു. ഈ പറയുന്ന ഈ വ്യക്തിയുടെ സഹോദരന്മാർ പോലും ഈ ഹീനകൃത്യത്തിന് ഇവൻ്റെ കൂട്ടത്തിൽ കൂട്ടാം. അവർക്കിത് പ്രശ്നമല്ല. 3 സഹോദരന്മാരും ഇവൻ്റെ അപ്പൻ ജീവനോടെ ഉണ്ട്. ഇത്രയും പേരുടെ കൂടിയാണ് ഈ കൊള്ളരുതായ്മ കൂട്ടം നിൽക്കുന്നത്. അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അവർക്ക് പൈസ വേണം. ഏത് തരത്തിലാണെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഇവിടെ വിറ്റിട്ടാണെങ്കിലും പൈസ വേണം. ഇതാണ് ഈ പറയുന്നത്. ഇവിടെ വിറ്റിട്ടാണെങ്കിലും മക്കളെ വേണമെങ്കിലും വിൽക്കാൻ തയ്യാറെന്ന് പറയുന്നത് തന്തയെക്കുറിച്ച് എങ്ങനെ നമ്മൾ ചിന്തിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. മറിച്ച് അവനവൻ്റെ ഒരു കുട്ടിയെ കാണാൻ ആഗ്രഹിക്കാത്ത തന്തമാർ ഈ ലോകത്തിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊരു വിചിത്ര സംഭവമാണ്. മൃഗങ്ങൾ പോലും ചെയ്യൽ അവനവൻ്റെ കുഞ്ഞു കുട്ടികളെ ഇട്ടേച്ച് പോകുന്ന മൃഗം പോലും ഈ ലോകത്തിലില്ല. അതിനേക്കാൾ ഹീനമായൊരു വൃത്തി, അതിനേക്കാൾ ഹീനവും ക്രൂരവുമായ ഒരു സംഭവം നമ്മുടെ ഈ ഒരു കേസിലുള്ളൂ. ഇതൊരു പ്രത്യേക കേസാണ്. ഇത് അംനസ്റ്റി ഇന്ത്യ എടുത്തിരിക്കുന്നത് ഈ കേസ് മാക്സിമം നീതി കിട്ടാനുള്ള നമ്മുടെ ശ്രമം പരാജയപ്പെടാതെ തന്നെ നമ്മളിത് വളരെ തന്നെ ഗൗരവമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. ഇവൻ ഈ മണ്ണിന് മുകളിൽ എവിടെയുണ്ടെങ്കിലും ഈ വീഡിയോ നമ്മൾ ഓടിച്ച് അവന് കൊടുക്കുകയാണ്. ഇവനോട് നമ്മൾ കർശനമായിട്ട് പറയുകയാണ്, തോമസൻ ഇമ്മാനുവൽ ഈ മണ്ണിന് മുകളിൽ എവിടെയുണ്ടെങ്കിലും ഈ നീതി ഞങ്ങൾ കൊണ്ടുവരും. നിനക്ക് ഒരിടത്ത് ഒളിക്കാൻ ഞങ്ങൾ മറുപടി തരികയില്ല, നിനക്ക് ചാൻസും തരികയില്ല. ഇത് ഞങ്ങളുടെ തീരുമാനം. ഇത് നിനക്ക് നിൻ്റെ സൈറ്റിൽ എത്തുമ്പോൾ തന്നെ ഇത് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ അന്തരീക്ഷത്തിൽ ഈ പെണ്ണിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ പറയുകയാണ്, തോമസൻ ഇമ്മാനുവലിനും അവൻ്റെ സഹോദരന്മാർക്കും ഈ കൃത്യത്തിൽ ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ഒരുത്തിനും മണ്ണിനുള്ളിൽ ശാന്തമായിട്ട് ജീവിക്കാൻ അംനസ്റ്റി ഇന്ത്യ ഉള്ളിടത്തോളം കാലം സമ്മതിക്കില്ല. അത് അവരുടെ വ്യാമോഹമാണ്, വെറും വ്യാമോഹമാണ്. ആ വ്യാമോഹമായിട്ട് തന്നെ തെളിയിച്ചിരിക്കും. കാരണം ഈ പെൺകുട്ടിക്ക് ആരുമില്ല. ഇതിൻ്റെ അപ്പൻ തളർവാദം വന്ന് കിടക്കുന്നു, അമ്മ വയസ്സായി കിടക്കുന്നു, വേറെ ആരുമില്ല. ഈ പെൺകുട്ടി ഇത്രയും പ്രായമായിരിക്കുന്ന 34 വയസ്സേ ഉള്ളൂ. ഇതിൻ്റെ ജീവിതം 2 കുട്ടികളുടെ ജീവിതം പെരുവഴിയിൽ വലിച്ചെറിഞ്ഞിട്ട് പോകുക എന്ന് പറയുന്നതിൽ ഇതിനേക്കാളും മനുഷ്യത്വഹീനമായ ഒരു സംഭവം എന്നാണ് ഇരിക്കുന്നത്. ഈ സംഭവം നമ്മളെ വളരെ ശോഭിപ്പിച്ചിരിക്കുകയാണ്, ഞടുക്കിയിരിക്കുകയാണ്. ഇത് മനസ്സാക്ഷിയുടെ പ്രശ്നം, ദൈവത്തിൻ്റെ മുമ്പിൽ അപരാധമാണ്. അതുപോലെ തന്നെ മനുഷ്യ സംസ്കാരത്തിന് മുമ്പിൽ അപരാധമാണ്, മാനവികത മുമ്പിൽ അപരാധത്തിനെതിരെ അംനസ്റ്റി ഇന്ത്യ വരണം. അതുകൊണ്ട് തന്നെ ഞാൻ അംനസ്റ്റി ഇന്ത്യയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, ഈ കേസ് ഇവൻ എവിടെയുണ്ടെങ്കിലും പൊക്കിയെടുക്കും. ഇതിൻ്റെ ന്യായത്തിന് ഇവനെ കോടതി കയറ്റി നീക്കും. അതുകൊണ്ട് തന്നെ തോമസൻ ഇമ്മാലിനോട് കരുതിക്കൂട്ടി പറയുന്നു, എവിടെയുണ്ടെങ്കിലും ന്യായത്തിന് മുമ്പിൽ വരേണ്ടി വരും, അല്ലെ വരുത്തിയിരിക്കും. ഇതെൻ്റെ വെല്ലുവിളിയാണ്. മര്യാദയ്ക്ക് വന്നു, മര്യാദ തീരുമാനം എന്തോ എടുത്തു. ന്യായത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം നിന്നെ എവിടെയെ കൊണ്ട് എത്തിക്കാൻ തുടങ്ങാൻ നിന്നെ നിത്യനരകത്തിൽ എത്തിച്ചിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടുള്ള വഴി കാണിക്കും. ജയിലിലോട്ടുള്ള വഴി ഞങ്ങൾ കാണിച്ചു തരും, പുറത്തോട്ടുള്ള വഴി നീ കണ്ടുപിടിച്ചോണം. ഇത് അംനസ്റ്റി ഇന്ത്യയുടെ അവസാനത്തെ ചലഞ്ചാണ്. ഞങ്ങളത് ചെയ്തിരിക്കും.